നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലായത് എന്ത് നന്നായില്ലേ? അതെ അതെ, ആ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലാവൂന്ന്. നാശം. അങ്ങോട്ട് കേറി പോ, സമയം കളയാതെ. എന്ത് പറ്റി? അതിനെ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ വായുന്നൊരു അവസരം? ഞാനല്ല. പിന്നെ? അയ്യോ, ഒന്നും പറ്റില്ല സാർ. നീ ഇതുവരെ പോയില്ലേ? സാറിന് ചിൽഡ്രൻസ് വല്ലതും ആവശ്യമുണ്ടോ? ചിൽഡ്രൻസോ? അതെ സാർ. എടാ ദരിദ്രവാസി, ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ചിൽഡ്രൻസ് വേണോ വേണ്ടയോ എന്ന്. 3 മാസം 6 മാസം തരം തിരിച്ചു വെച്ചിട്ടുണ്ട് സാർ. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ട ഹോട്ടലൊന്നും റൂം എടുക്കണ്ടെന്ന്. എടാ കഴിവറട മോനെ, എന്താണ് സാർ? കണ്ടുപോയി കഴിഞ്ഞോണ്ട് സാർ, തിന്നാൻ എന്തെങ്കിലും വേണോ സാർ? അയ്യോ, അതൊക്കെ ഞങ്ങൾ തിന്നോളാം. തൽക്കാലം മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൂക്കൾ വിതറി നമ്മുടെ മണിയേറെ നമുക്ക് അലങ്കരിക്കാം. എന്നിട്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇന്ന് അവരിട്ട് ഞാൻ കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ. കുറെ നേരമായി ഒരു മനുഷ്യൻ. അയ്യോ എടാ കഴിവറടും. അയ്യോ സാർ, ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് സാർ. ഇതെല്ലാവരും പറഞ്ഞ ഡയലോഗ് തന്നെയാ. തീരുമാനിക്കാം. അയ്യോ അതൊന്നുമല്ല, ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് സാർ. പ്ലീസ്, ഞാൻ പറയുന്നു. കിട്ടിയിട്ടുണ്ട്. അയ്യോ സാർ, എന്നെ ഓർമ്മയില്ലേ സാർ? ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് മോമുടി വെച്ച് ഞങ്ങൾ തമ്മിൽ കല്യാണം. അതെ സാർ. പ്ലീസ് പ്ലീസ് സാർ. ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. സാർ, ഇവരുടെ കല്യാണം ഇന്ന് രാവിലെ ആയിരുന്നു. അമ്പലത്തിൽ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാർ. നിങ്ങൾക്ക് താമസിക്കാൻ ഇതുപോലത്തെ ഹോട്ടലിൽ കിട്ടുള്ളൂ മിസ്റ്റർ. വലിയ സാർ. നിനക്ക് പുള്ളിയുടെ താമസ സ്ഥലത്തിൽ കൂടെ കൂടിക്കൂടായിരുന്നോ? അതെങ്ങനെയാ? അവർ 5-6 ബാച്ചിലേഴ്സ് ഒന്നിച്ച് താമസിക്കുക. പെട്ടെന്ന് വേറൊരു വീട് അന്വേഷിച്ചിട്ട് ഒന്നും ശരിയായിട്ടില്ല. അതിന് മോള് വിഷമിക്കണ്ട. ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്ക. നിങ്ങൾ ഞങ്ങൾക്ക് മക്കളെ പോലെ അല്ലേ? ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിച്ചാ മതി. അപ്പൊ പിന്നെ വാടക? ഓ, അതൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. ഹലോ, രോഷ്നിയാ? അതെയാ? ശരി, മാറിക്കളയാം. എവിടെ വീട്? അതൊക്കെ പിന്നെ പറയാം. എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൃത്യം 3 മണിക്ക് തന്നെ റെഡി ആയിരിക്കും കേട്ടോ. ഓക്കെ, കൃത്യം വൈകിട്ട് 3 മണിക്ക് തന്നെ ഞാൻ ഹോസ്റ്റലിൽ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. ഓക്കെ? അയ്യ, എന്ത് ഭംഗി! കാർ കയറിപ്പോ മുതൽ ഉറക്കം തുടങ്ങിയതാ. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കണേ. ഒരു ഡൈനിങ് ടേബിള്, കുറച്ച് ചെയർസ്, ഒരു ഫാൻ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ഒരു കത്തി എന്നെ കുത്താൻ. ഡ്രൈവർ, ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണേ. മുടിഞ്ഞൊരു ഉറക്കം. എടുത്തിട്ട് വേഗം വന്നേക്ക്. അല്ല, ഇതാരിത്? ശൈലജേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഡ്രൈവർ, എത്ര രൂപയായി? 15-60. അല്ല, ഇതേ വരുന്നുണ്ട്. കല്യാണത്തിനെന്നോ നിന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമല്ലോ. അല്ല, അവിടെ ആരെയും കാണാനില്ലല്ലോ. ടാക്സിക്ക് ചില്ലറ കൊടുക്കാൻ പോയതാവും. നീ വാ, പുള്ളിക്കാരൻ വന്നോളൂ.
വലതുകാല് വെച്ച് തന്നെ അകത്തോട്ട് കയറിക്കോ മോളെ. വാ. ഹലോ. യെസ്. വാട്ട്? വെയിറ്റ്. ദേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തോ ഇംഗ്ലീഷിൽ തോന്നിയാസങ്ങളൊക്കെ പറയുന്നു. ആ. ഹലോ, can I speak to Mr. രാഘവൻ തമ്പി? What is your name? മാധവമേനോന് വളരെ സീരിയസ് ആണ്. മാധവമേനോൻ സീരിയസ് ആണെന്നോ? അയാളെങ്ങനെ വയസ്സുകാലത്ത് സീരിയസ് ആകാൻ പോകുന്നത്? എന്താ? മാധവമേനോൻ സീരിയസ് ആണ്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ. മോളൊന്ന് ചോദിക്ക്. ഹലോ. യെസ്, ഹു ഈസ് സ്പീക്കിംഗ്? എന്താ മോളെ? അച്ഛന് തീരെ സുഖമില്ല, ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്ന്. സുഖമില്ലെന്ന് പറഞ്ഞാൽ തീരെ കിടപ്പിലാണോ? നാട്ടിൽ നിന്ന് ആരെ വിളിച്ചിട്ട് എക്സ്ചേഞ്ചാ പറഞ്ഞത്. ആ, സാരമില്ല, നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. നീ പ്രഭാകരനെ കൂടെ ഒന്ന് വിളിക്ക്. ഇന്തല്ലേ മോളെ, നീ വീടൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടേ. ഞങ്ങൾ പോയിട്ട് ഉടനെ വന്നേക്കാം. ആ പോ. ആ, എന്തോ ഇത്? വരട്ടെ. ഒരു വാക്ക് പോലും പറയാതെ കളഞ്ഞില്ല. അയ്യോ, വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് അഭിനയിക്കണമെന്ന്. അപ്പൊ സിനിമ ഷൂട്ടിങ്ങിന് വീട് കൊടുക്കുമോന്ന് ചോദിച്ചൊരു പാർട്ടി ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വേഷം തരാമെന്ന്. അവര് തന്ന വേഷമായത് എന്തൊരു തെറ്റ്. ഏതായാലും വേഷം കെട്ടി. എന്നാ വല്ല കൊള്ളാവുന്ന വേഷം കെട്ടാൻ വയ്യായിരുന്നു. ഏതായാലും എന്റെ അഭിനയം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. എങ്ങുണ്ട് അഭിനയം? ഓ, എന്താണ് സാറിന് ടേക്ക് എടുത്തോണ്ടിരിക്കില്ലേ? സാറൊന്നും കൂടെ കിടക്കണം. താൻ എന്തോ പറഞ്ഞോണ്ട് വരുന്നത്? ഒരാളെ പുതുതായിട്ട് അഭിനയിപ്പിക്കുമ്പോ ശവത്തിന്റെ വേഷം കൊടുക്ക? പിന്നെ ഞാൻ വെച്ച് കല്യാണത്തിന് നടക്കാൻ പറ്റും. അനാവശ്യം പറയരുത്. ഞാൻ ആരാന്ന് വിചാരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കണത്തെ. ആ സാറി ഇങ്ങോട്ട് കിടന്നാട്ടെ. താൻ പറയുന്നത് അനുസരിക്കണോ? എന്റെ മോളും മരുമോനും എന്ന സ്ഥിതിക്ക് താൻ ഒരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും കിടത്തി അഭിനയിപ്പിക്കാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അയ്യോ, എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങി ടാക്സിക്കാരന് പുറകെ അങ്ങ് അറ്റം വരെ പോയി കാണും. കുറയുന്നതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവൻ പറ്റിയത്. പാവ ശൈലജയുടെ അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പോയിരിക്കാം. ഞാനിവിടെ തനിച്ചായിരുന്നു ഇതുവരെ. കൃത്യം 4 മണിക്ക് ഫോൺ വന്നിരുന്നു അല്ലേ? അതെങ്ങനെ അറിയാം? അല്ല, 4 മണിക്ക് ഫോൺ വന്നല്ല 5 മണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാറ് വിഷയം മാറ്റാതെ ലേറ്റ് ആയതിന്റെ കാരണം പറഞ്ഞാൽ മതി. അറിഞ്ഞില്ലേ, ഞാൻ ഇവിടെ ടാക്സിൽ വന്നിറങ്ങിയപ്പോൾ ചേഞ്ച് കിട്ടിയില്ല കൊടുക്കാൻ. അവൻ നേരെ ടൗണിൽ ചെന്ന് എല്ലാ കടകളും നോക്കി. അവിടെ ചെന്നപ്പോ ഒരു കടയും തുറന്നിട്ടില്ല. ഉഴപ്പല്ലേ? ഉഴപ്പിയതല്ല, എങ്ങനെയെങ്കിലും ചേഞ്ച് കിട്ടട്ടെന്ന് വെച്ച് നിനക്കൊരു സാരി മേടിക്കാൻ വെച്ച് ഞാൻ. സാരി വാങ്ങിച്ചാ? ഇല്ല, പിന്നെ 3 മണിക്ക് ആപ്പിൾ മേടിച്ചപ്പോൾ എനിക്ക് ചേഞ്ച് കിട്ടി. ചേഞ്ച് കിട്ടി. രേഷ്മി, ഇത്ര പെട്ടെന്ന് നീ എന്നോട് പിണങ്ങിയ? സ്വന്തം കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നേ. രശ്മി, അതെ, അന്ന് നമ്മളെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിർത്തിയ പാട്ട് തുടങ്ങാൻ പറ്റിയ സമയല്ലേ ഇപ്പൊ? സോറി, വല്ലതും പറ്റിയോ? കാലൊടിഞ്ഞു. കഥ അടിച്ചിട്ട് വേഗം വരണേ. ഹം തും ഏക കമരേ മേ ബന്ധു. ഓ ജയ് ഹോ. കാപ്പി കാപ്പി കാപ്പി. നല്ല രസം. എന്നിട്ട് കാണിച്ചേ. അയ്യടാ, വെയിൽ വന്നിട്ട് എത്ര നേരായി? എഴുന്നേറ്റേ. കാപ്പിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ഓളിഞ്ഞ് വന്നേ. വാ മോളെ. അയ്യോ, ഒന്ന് ചുമ്മാ ഇരി. അവരിതുവരെ വാടക പോലും മാറ്റില്ല. കട്ടിൽ ഓടിച്ചെന്റെ ഈശ്വര. ആര്? വീട്ടുകാര്. വീട്ടുകാര്. അയ്യോ, എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട. അച്ഛനും അമ്മയും? ആരുടെ അച്ഛനും അമ്മയും? ഈ വീട്ടിലെ അച്ഛനും അമ്മയും. ഈ വീട്ടിലെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരും അച്ഛനും അമ്മയും. കാരണം നമ്മൾ രണ്ടുപേരും അനാഥരാണല്ലോ. എത്രയും പെട്ടെന്ന് നടക്കണം, ഒട്ടും സമയങ്ങളല്ല. അതിനെന്താ, കട്ടിലിന്റെ വില കൊടുത്ത പോരെ? അയ്യോ പോരാ, നീ വലയാല് വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് നിന്റെ തിരുമോന്ത കണ്ടപ്പോ തന്നെ ശൈലജയുടെ അച്ഛൻ ജാവാൻ കിടക്കുക. ഇപ്പൊ കളവൻ ചിലപ്പോൾ ചത്തു വയ്ക്കണം. ഇപ്പൊ കട്ടിലൊടിഞ്ഞു. ഇനി ഒട്ടും സമയങ്ങളല്ല, എത്രയും പെട്ടെന്ന് നടക്കണം. അയ്യോ, ദേ അവര് വന്നു. അയ്യോ, വരുന്നോ?
അച്ഛൻ എങ്ങനെയുണ്ട് ചാലു? അച്ഛൻ ഒരു കുഴപ്പമില്ല. ഏതോ തന്തയ്ക്ക് പറക്കാത്തവന്മാര് പറ്റിച്ച പണിയാ. അവിടെ ഏതോ പടത്തിന് ഷൂട്ടിങ് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ മൂത്ത സന്തതി ഇവളുടെ ഭർത്താവ് പ്രകാവരൻ ഇവിടുത്തെ കൊട്ടുപൊറാജൊരു സിനിമയെ കൊട്ടാൻ വേണ്ടി ഏതോ ഡയറക്ടർമാരുടെ പുറകെ തൂങ്ങി നടക്കുക. അവസാനം ഞൊട്ടിപ്പിരിയേ ഉള്ളു. ആ എവിടെ മുഖംമൂടി? മോളിലുണ്ട്, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ആ അപ്പൊ ഞാൻ മോളിൽ പോയി കാണാം. രാവിലെ വന്നോണ്ടേ അവരെന്തിനാ ഉപദ്രവിക്കുന്നത്? ഈ വന്നേ, ഈ വന്നേന്ന്. ഉപദ്രവമൊന്നുമില്ല. ഈ വന്നേ.